കാലത്ത് കുട്ടനാടെന്ന് പറയുന്ന സ്ഥലത്ത് കർഷക തൊഴിലാളികൾ ആ പാടത്ത് ചെളി കോരി അവിടെ അവർ ചവിട്ടി പതിച്ച ആ വരമ്പിലൂടെ നടന്നുപോയി അവരെ സംഘടിപ്പിക്കാൻ രക്തം കളഞ്ഞ നേതാവ്, ആ ഒരു കർഷകർക്കൊരു സംഘടനാ ബോധമുണ്ടാക്കി കൊടുത്ത നേതാവ്, ഞങ്ങൾക്ക് സംഘടനയുണ്ട്, ഞങ്ങൾക്ക് സംഘബോധമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത നേതാവ്. കുട്ടനാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പോരാട്ടം ആരംഭിച്ച് പിന്നീട് പുന്നപ്രയുടെ മണ്ണിലൂടെ അദ്ദേഹം നടന്നു നീങ്ങിയത് കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്കാണ്. ആ മനുഷ്യർ അവിടെ മാത്രമല്ല, കയർ തൊഴിലാളികളായാലും കശുവണ്ടി തൊഴിലാളികളായാലും മറ്റ് ഏത് തരത്തിലുള്ള തൊഴിലാളി മേഖലയായാലും അവർക്കെല്ലാവർക്കും തന്നെ ഊർജ്ജസ്വമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പാണ് കുട്ടനാട്ടിലെ പഴയ ആൾക്കാർ, VSനോട് ചേർന്ന് നിന്ന ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞ് കേട്ടുള്ള അറിവുണ്ട്. പലപ്പോഴും ഈ വരമ്പുകളിലൂടെ അദ്ദേഹം നടന്നു വരുമ്പോൾ ജന്മിമാരായിട്ടുള്ള ആൾക്കാർ തലകുനിച്ച് മടങ്ങിപ്പോകുന്ന കാര്യം, അദ്ദേഹം എന്താണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് എന്ന് ജന്മിമാർക്ക് മനസ്സിലായതോടുകൂടിയാണ് കുട്ടനാട് എന്ന് പറയുന്ന ഭൂമി, ആലപ്പുഴ എന്ന ഭൂമി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൂടുതൽ നെഞ്ചിലേക്ക് കയറ്റിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീടുണ്ടായ പുന്നപ്ര സമരമായാലും വയലാർ സമരമായാലും ആ സമരങ്ങളൊക്കെ മരാരിക്കുളത്തെ വിപ്ലവമായാലും ആ സമരങ്ങളെല്ലാം ഒരു വലിയ രീതിയിൽ VS എന്ന് പറയുന്ന നേതാവിനെ വാർത്തെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടേറെ ആൾക്കാർ, നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ എല്ലാം ഒട്ടേറെ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എവിടെ നിന്ന് ചേട്ടാ? ഞാൻ നെയ്യാറ്റിൻകര വരികയാണ്. VSനെ അവസാനമായി നോക്കി കാണാൻ വേണ്ടി. എന്താ നിങ്ങളുടെ ഒരു ഓർമ്മ? പഴയ സഖാവല്ലേ, അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ. അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ ഇതുപോലൊരു സഖാവിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി. അത് ഒരു സഖാവിനി ഉണ്ടാവുമോ? ഇതുപോലൊരു സഖാവ് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. തികച്ചും ഒരു വിപ്ലവകാരി, ജനമനസ്സുകളിൽ അത്രയ്ക്കധികം സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു സഖാവ്, വിപ്ലവകാരി, കേരളത്തിൻ്റെ ജനകീയനായ നേതാവ്. കുറേയേറെ നേരമായി ക്യൂ നിൽക്കുകയാണ്. പക്ഷേ VSനെ ഒരു നോക്ക് കാണുക, അവസാനമായി കാണുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ? തീർച്ചയായും അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും ഒക്കെ നടത്തിയിട്ടുള്ള പോരാട്ടം അത് എല്ലാവർക്കും ആവേശം നൽകുന്നതാണ്. VSൻ്റെ നിര്യാണം സത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. കണ്ണേ കരളേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ അടുത്ത് വരുന്ന VS എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇന്നലെ 5 മണിക്ക് സഖാവിൻ്റെ മരണവിവരം പറഞ്ഞു സഖാവിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തടിച്ചുകൂടിയ 5 മണി മുതൽ ഏകദേശം 9:30 മണി വരെ ആ ക്യൂവിനുള്ളിൽ പെട്ടിട്ടും അത്രയധികം ആവേശത്തോടെ ആ മുദ്രാവാക്യം അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് അവസാനം കണ്ടതാണ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സഖാവിനെ ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോൾ ഒരു നോക്ക് അവസാനം ഒന്നുകൂടെ കാണാതെ ഇവിടെ നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് രാവിലെ തൊട്ട് വീണ്ടും ഈ ക്യൂവിൽ നിൽക്കുന്നത്. അതും ഇത് തന്നെയാണ് കാര്യം. കഴിഞ്ഞ ദിവസം കണ്ടു, പക്ഷേ ഒരു തവണ കൂടി അദ്ദേഹത്തെ കാണണം. എടുത്തു പറയേണ്ടത് 96-ൽ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VS ആണ്. 96-ൽ പക്ഷേ അപ്രതീക്ഷിതമായി മാരാരിക്കുളത്ത് അദ്ദേഹം പരാജയപ്പെടുന്നു. പിന്നീട് 10 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ. പക്ഷേ ആ 96കളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ എത്രയോ ഒട്ടേറെ വലിയ ചരിത്രങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു സമര നേതാവായിരുന്നു. മൂന്നാർ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്ത് എങ്ങനെയാണ് ഒരു സമര നേതാവിനെ പോലെ, മുഖ്യമന്ത്രിയുടെ ആ പവർ എല്ലാം തന്നെ എടുത്തുകൊണ്ട് ഒരു സമര നേതാവിനെ പോലെ അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. എവിടെ ജനങ്ങൾക്കൊരു വിഷയമുണ്ടോ, ജനങ്ങളെ ഹരിക്കുന്ന ഏത് വലിയ ശക്തി വന്നാലും അവർക്കെല്ലാം മുകളിൽ കയറി നിന്ന താണ്ഡവമാണാൻ VS ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു നേതാവിനെ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും, ചെറുപ്പക്കാർ, പ്രായഭേദമന്യേ ഒട്ടേറെ ആൾക്കാരുണ്ട്. VSനെ നേരിട്ട് പരിചയമുള്ളതാണോ? നേരിട്ട് പരിചയമില്ല. എന്താണ് VS ഒരു ഓർമ്മ? അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റവാക്കിലൊന്നും പറയാൻ കഴിയുന്നതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം. അതായത് അദ്ദേഹം സമരത്തിൻ്റെ മുൻപന്തിയിലായിരുന്നല്ലോ, സമരനായകനായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് ഞങ്ങൾ സമരം എന്താണെന്ന് അറിഞ്ഞതും അതിനോടൊപ്പം ഞങ്ങൾ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ചതാണ് ഒരു കാലത്ത്. അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ്, ഭയങ്കരമായൊരു വേദനയുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ യാത്രയപ്പിന് എനിക്കും പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. വരാതിരിക്കാനാകില്ല, കാര്യം അങ്ങനെയുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിൽ വരാതിരിക്കാനാകാത്ത ഒട്ടേറെ ആൾക്കാരുണ്ട്. VSനെ നേരിട്ട് പരിചയമുണ്ടോ? സംസാരിക്കുന്നില്ല. VSുമായിട്ട് അടുത്ത പരിചയമുള്ളതാണ്? അടുത്ത പരിചയമില്ല.
എന്താണ് VS എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള നിങ്ങൾ VS കണ്ണേ കരളയല്ലേ? അതാണ് അത്. ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും കണ്ണേ കരളെ എന്ന് ചോദിച്ചാൽ അടുത്തത് VS ആണ് എന്നുള്ള വാക്ക് ഇനി രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികളിലൊക്കെ ചോദിച്ചാൽ പോലും അത് തന്നെ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാവിലെയൊക്കെ സംസാരിക്കുമ്പോൾ രാവിലെ VSൻ്റെ വേലിക്കകത്ത് വീട്ടിലായിരുന്നു ഞാനും അഭിലാഷും ഒക്കെ തന്നെ ഉള്ളത്. അവിടെയൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും കണ്ണേ കരളെ എന്നുള്ള വാക്ക് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യമാണ് അത്. ആവർത്തിച്ച് ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലൊക്കെ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ ആവർത്തിച്ച് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതുതന്നെയാണ്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്നുള്ള ആ മുദ്രാവാക്യം വിളി എത്രയോ തവണ ആവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ.